നമസ്കാരം. ഗണേശ ഭഗവാന്റെ മന്ത്രധ്വനികളാൽ മുഖരിതമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭാദ്രപദ മാസം അഥവാ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി വൈനായകി ഗണേശ ചതുർത്ഥിയാണ്. ഓരോ മാസത്തിലും വരുന്ന 2 ചതുർത്ഥികളും, അതായത് ശുക്ലപക്ഷ ചതുർത്ഥിയും കൃഷ്ണപക്ഷ ചതുർത്ഥിയും ഗണേശ ചതുർത്ഥികളാണെങ്കിലും ഭാദ്രപദത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. വിനായക ചതുർത്ഥി എന്ന് പുകഴ്പെറ്റ ഈ ദിനം ലോകമെങ്ങുമുള്ള ഹിന്ദുക്കൾ വിശേഷാൽ ഗണപതി പൂജ ചെയ്യുന്നു. ഗണേശസ്മരണയിൽ ധന്യമാക്കേണ്ടുന്ന പുണ്യദിനമാണ് ഇന്ന്. ഗണപതി എന്ന വാക്കിൽ നിന്നു തന്നെ ഗണേശ ഭഗവാന്റെ ഒരു പ്രത്യേക ഭാവം പ്രകടമാകുന്നുണ്ട്. ഗണത്തിൻ്റെ പതി എന്നാണ് ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥം. ഗണമെന്നാൽ സമൂഹം. ദേവഗണത്തിൻ്റെയും ഭൂതഗണത്തിൻ്റെയും ഒക്കെ അധിപതി ആയതുകൊണ്ടാണ് ഗണേശന് ഈ പേര് ലഭിച്ചത്. നേതൃത്വം, ഭരണം, പോഷണം തുടങ്ങിയവയാണ് ഇങ്ങനെയുള്ള അധിപതിയുടെ ധർമ്മങ്ങൾ. ഗണേശനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാൻ കാട്ടിത്തരുന്ന ഉദാത്ത മാതൃക മനസ്സിലാക്കാനും അവിടുത്തെ ആദർശം പിന്തുടരാനും കൂടി നമുക്ക് ശ്രമിക്കാം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. അധാർമികമായ പ്രവൃത്തി പോലെ തന്നെ ചീത്തയാണ് അധാർമികമായ ഭാവനയും. സുനിയന്ത്രിതമായ ആഗ്രഹം ഏറ്റവും മെച്ചപ്പെട്ട ഫലം തരുന്നു. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നാലം വാ പരമോപകാരകമിദം ത്വേകം പശൂനാം പതേ പശ്യൻ കുക്ഷിഗതാൻ ചരാചരഗണാൻ ബാഹ്യസ്ഥിതാൻ രക്ഷിതും സർവാമർത്യപലായനൗഷധമതി ജ്വാലാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിതം നോദ്ഗീർണമേവ ത്വയാ. അടുത്തതായി ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ശ്രീശങ്കര സ്തോത്രങ്ങളിൽ ശിവാനന്ദ ലഹരിയിൽ 30 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 31ാമത്തെ ശ്ലോകം പരമേശ്വരൻ്റെ സർവാധീശത്വവും കാരുണ്യവും മഹിമയുമെല്ലാം ഒന്നിച്ചൊരുപോലെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ്.
നോക്കൂ, നാലംബ പരമോപകാരകമിതം ത്വേകം പശൂനാം പതേ. ഹേ പശൂനാം പതേ, അല്ലയോ പശുക്കളുടെ മുഴുവൻ പതിയായിട്ടുള്ളവനെ, പതിനാഥൻ. ഇതിനു മുമ്പ് പലപ്പോഴും പശുപതി ശബ്ദം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ പശുക്കളുടെ പതി, പശു ശബ്ദം കൊണ്ട് സർവ്വജീവരാശിയും അർത്ഥമാക്കപ്പെടുന്നു. സർവ്വജീവരാശിയും, ബ്രഹ്മാവ് മുതൽ അങ്ങോട്ട് പിശാച് വരെ. ദേവാദയ പിശാചാന്ത എന്നാണ് പശുവിൻ്റെ ലക്ഷണം. അങ്ങനെ എല്ലാ പശുക്കളുടെയും പതിയായിരിക്കുന്ന ഭഗവാനെ ഈ ഒറ്റ കാര്യം അങ്ങ് ചെയ്തത് വലിയ ഉപകാരമായി എന്ന് പറയുകയാണ്. ഏകം പരമോപകാരം, പരമമായ ഉപകാരമാണ് അങ്ങ് ചെയ്തത്. എന്താണ് പരമേശ്വരൻ ചെയ്ത വലിയൊരു ഉപകാരം? ഉപകാരം ഇതാണ്: ഗരളം, വിഷത്തെ. എങ്ങനെയുള്ള വിഷത്തെ? സർവാമർത്യപലായന ഔഷധം. സർവ അമർത്യന്മാരെയും സകല ദേവന്മാരെയും പലായനം ചെയ്യുന്നതിന് ശക്തമായ, ചെയ്യിപ്പിക്കുന്നതിന് ശക്തമായ ഔഷധം. പലായനം ചെയ്യിപ്പിക്കുക, ഓടിപ്പിക്കുക, ആ സ്ഥലത്തുനിന്ന് ദൂരെ ഓടിപ്പിക്കുക, അതിന് ശക്തമായ ഔഷധം. എന്താ മനസ്സിലായില്ലല്ലോ? അതിജ്വാലാകരം, അത്യന്തമായ ജ്വാലയോടുകൂടിയ, ഭീകരം, അങ്ങേയറ്റം ഭീകരമായ, ഭയപ്പെടുത്തുന്ന ഗരളം. നിക്ഷിപ്തം ഗളേ, കഴുത്തിൽ, ഗളത്തിൽ, കണ്ഠത്തിൽ നിക്ഷേപിച്ചു അങ്ങ്. ന ഗളിതം, അത് വിഴുങ്ങിയില്ല, അകത്തേക്കാക്കിയില്ല, വയറിനുള്ളിലേക്കാക്കിയില്ല. ന ഉദ്ഗീർണം, ഛർദ്ദിച്ച് പുറമെ കളഞ്ഞുമില്ല. അപ്പം വിഷം ഇറക്കിക്കളയാതെ, ഒട്ട് തുപ്പിക്കളയാതെ കഴുത്തിനുള്ളിൽ തന്നെ വെച്ചത് വലിയ ഗുണമായി, വലിയ ഉപകാരമായി എന്നാണ് പറയണത്. എന്തുകൊണ്ട് ഉപകാരമായി? ചോദ്യം. അപ്പോഴാണ് പറയണത്, കുക്ഷിഗതാൻ ചരാചരഗണാൻ പശ്യൻ ന ഗളിതം. തൻ്റെ വയറിലുള്ള അനേക ജീവജാലങ്ങളെ കണ്ടിട്ട്, ചരാചര ഗണങ്ങളെ കണ്ടിട്ട്, തൻ്റെ വയറിനുള്ളിലുള്ള ചരാചര പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈ വിഷം ഇറക്കിയില്ല. ഇറക്കിയിരുന്നെങ്കിൽ സമ്പൂർണ്ണ പ്രപഞ്ചവും ഭസ്മമായി പോകുമായിരുന്നു. കാരണം സമ്പൂർണ്ണ പ്രപഞ്ചവും ഭഗവാന്റെ വയറ്റിലാണ്. ഇനിയോ ഈ പ്രപഞ്ചം ഭഗവാന്റെ പുറത്തുമാണ്. എല്ലാത്തിലും അകം പുറം ഒരുപോലെ വ്യാപിച്ചവനാണ് ഭഗവാൻ. അതുകൊണ്ട് ബാഹ്യസ്ഥിതാൻ പശ്യൻ, പുറമേയുള്ളവരെ കണ്ടിട്ട് ന ഉദ്ഗീർണം, തുപ്പിയതുമില്ല, ഛർദ്ദിച്ചതുമില്ല. അതിമാരകമായ ഹാലാഹല വിഷം, കാളകൂട വിഷം ഭഗവാൻ എന്തുകൊണ്ട് ഇറക്കിയില്ല? അകത്തുള്ള ജീവജാലങ്ങളെ കണ്ടിട്ട് കൃപ കൊണ്ട് അവ ദഹിച്ചു പോവരുതല്ലോ എന്നുള്ള കാരുണ്യം കൊണ്ട് ഇറക്കിയില്ല. എന്തുകൊണ്ട് തുപ്പിയില്ല? പുറമേയുള്ള ജീവജാലങ്ങളെ കണ്ട് അവർക്ക് നാശം ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ച് തുപ്പിയില്ല. ഇത് നന്നായി, അതുകൊണ്ട് അങ്ങ് കഴുത്തിൽ തന്നെ വെച്ചത് വളരെ നന്നായി എന്ന് പറയുകയാണ്. എങ്ങനെയുള്ള വിഷത്തെയാണ് ഭഗവാൻ കണ്ഠത്തിൽ വെച്ചത്? ഇവിടെ പറയുന്നു, സർവാമർത്യപലായന ഔഷധം. സർവദേവന്മാരെയും ഓടിക്കുന്ന ഔഷധമാണ്. പാലാഴി മഥന സമയത്ത് പല പല വിഭൂതികളും മഹിമകളും അവിടെ പ്രകടമായി. അപ്സരസുകൾ വന്നപ്പോൾ, ലക്ഷ്മി വന്നപ്പോൾ, ഐരാവതം വന്നപ്പോൾ, ഉച്ചൈശ്രവസ് വന്നപ്പോൾ, രത്നങ്ങൾ വന്നപ്പോൾ എന്ന് വേണ്ട, അങ്ങനെയുള്ള ആകർഷണീയങ്ങളായവ വന്നപ്പോൾ തിക്കും തിരക്കുമാണ്. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്നുള്ള മത്സരമാണ് ദേവന്മാർക്കിടയ്ക്ക്. എന്നാൽ ആ മഥന സമയത്ത്, സമുദ്രമഥന സമയത്ത് ലോകത്തെ മുഴുവൻ ഭസ്മമാക്കാൻ ശക്തിയുള്ള വിഷം, ഹലാഹലം, കാളകൂടം പുറത്തേക്ക് പ്രകടമായപ്പോഴോ അത് ഉഗ്രജ്വാലകളെ പ്രസരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജ്വലിക്കുകയാണ്. ആ സമയത്ത്
ഇതെനിക്ക് വേണം എന്ന് പറയാൻ ഒരാളും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, എല്ലാ ദേവന്മാരും അവിടുന്ന് ഓടി ഒളിക്കുകയാണ്. ഇതാണ് പൊതുവെ ലോക സ്വഭാവം. ആകർഷണീയങ്ങളായ വസ്തുക്കളെ കിട്ടുമ്പോൾ അതിൽ നമ്മൾ ആകൃഷ്ടരായിത്തീരും. ഇതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ക്ലേശകരമായിട്ടൊരു വസ്തു വരുമ്പോഴോ നാശകരമായ വസ്തു വരുമ്പോഴോ ഓടി ഒളിക്കും. ഇവിടെയാണ് പരമേശ്വരൻ്റെ ലോകകൃപ. സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും നശിപ്പിക്കാൻ തക്ക വിധം ഹാലാഹല വിഷം കാളകൂടം ജ്വാലകളെ പ്രസരിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലോകരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ അതിനെ മുഴുവൻ സ്വയം തൻ്റെ കൈക്കുമ്പിളിലേക്ക് ആവാഹിച്ച് അങ്ങോട്ട് കണ്ഠത്തിലേക്ക് വെച്ചു, കുടിച്ചു. അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി, ശ്രീകണ്ഠനായി, നീലഗ്രീവനായി. അവിടെ കണ്ഠത്തിലുള്ള വിഷം ലോകനന്മയ്ക്കായിക്കൊണ്ട് ലോകരക്ഷയ്ക്കായിക്കൊണ്ട് സ്വയം ക്ലേശിക്കുന്ന ത്യാഗിയുടെ ലക്ഷണവുമായി. ഹേ മഹാത്യാഗൻ, അങ്ങ് ചെയ്തത് വളരെ വലിയ ഒരു കൃത്യമാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഈ ഭാഗം നമുക്കൊന്നുകൂടി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം. തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രധാന ദേവന് പുറമെ അവിടെ മറ്റ് പല ഉപദേവതാ പ്രതിഷ്ഠകളെ കൂടി നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ ഉപദേവതകൾക്കുള്ള പ്രാധാന്യം? എന്തിനാണ് ഒരു ക്ഷേത്രത്തിൽ പ്രധാന ദേവൻ എന്നുള്ള നിലയിൽ തന്നെ അത് ചിന്തിച്ചു തുടങ്ങണമെന്ന് തോന്നുന്നു. ഓരോ ദേശത്തും പഴയ കാലത്ത് പുതുതായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന് എന്തിൻ്റെയാണോ കുറവുള്ളത്, ആ ദേശത്തിന് എന്തിൻ്റെയാണോ കുറവുള്ളത്, ആ കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം പണിയുന്നതും ആ പ്രത്യേക വിധാനത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക സങ്കല്പത്തിലുള്ള ദേവനെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഉദാഹരിച്ചതുപോലെ പല കൃഷ്ണക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആയിരക്കണക്കിന് കൃഷ്ണക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ക്ഷേത്രത്തിലും കൃഷ്ണൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭാവത്തിലുള്ളതാണ്. ചില സ്ഥലത്ത് സന്താനഗോപാലമൂർത്തിയായിട്ടായിരിക്കും, ചില സ്ഥലത്ത് പാർത്ഥസാരഥിയായിട്ടായിരിക്കും, ചില സ്ഥലത്ത് ഉണ്ണിക്കണ്ണനായിട്ടോ അല്ലെങ്കിൽ വെണ്ണക്കണ്ണനായിട്ടോ ഗോപാലകൃഷ്ണനായിട്ടോ അങ്ങനെ പല സങ്കല്പങ്ങളിൽ കൃഷ്ണക്ഷേത്രങ്ങളെ കാണാറുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ, ഇത്തരത്തിലുള്ള നിരവധി അവതാര ക്ഷേത്രങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ട് ചിന്തിക്കേണ്ടുന്നത്. ഓരോ ദേശത്തും എന്തിൻ്റെയൊക്കെയാണോ കുറവ്, എന്തിൻ്റെയൊക്കെയാണ് ന്യൂനതകൾ, ആ ന്യൂനതകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതത് മൂർത്തികളെ അതിന് പരിഹാരമായ മൂർത്തികളെ ആ ദേശത്തിന് ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് ഈ മൂർത്തികൾക്കും വ്യത്യാസമുണ്ടാകും. ഇതോടൊപ്പം ഉപമൂർത്തികൾ അല്ലെങ്കിൽ ഉപദേവന്മാരെ കൂടി ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാറുണ്ട്. ഈ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്, അതായത് എന്തിൻ്റെങ്കിലും കുറവ് നികത്തുന്നതിന് വേണ്ടി ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചു, പക്ഷേ എങ്കിലും മറ്റൊരു ന്യൂനത കൂടി അവിടെ ആ ദേശത്തിന് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഗണപതിയെ കാണാം. ഇത്തരത്തിൽ എന്തെങ്കിലും ആ ദേശത്തിൻ്റേതായ ന്യൂനതയെ പരിഹരിക്കുന്നതിന് വേണ്ടി ആ ഒരു മൂർത്തിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. ശാസ്താവിനെ കാണാം, അത് മറ്റൊരു ധർമ്മമാണ്. ഓരോ ദേവന്മാർക്കും ഓരോ ധർമ്മമാണ്. ആ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള മൂർത്തിയെ കൂടി ഉപദേവതയായിട്ട് സങ്കല്പിച്ച് ആ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തുക എന്നുള്ളതാണ് സാമാന്യമായിട്ടുള്ള പതിവ്. അതുകൊണ്ടാണ് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രധാന മൂർത്തിക്ക് പുറമെ ഒട്ടനവധി ഉപദേവന്മാരായിട്ടുള്ള മൂർത്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെയൊക്കെ തൊഴുകയും ഇവരുടെ അടുത്തു നിന്നൊക്കെ പ്രസാദം വാങ്ങിക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് നമ്മുടെ ഒരു ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ഭക്തരുടെ പിഴവുകളെല്ലാം പൊറുത്ത് അവർക്ക് സിദ്ധിയും മുക്തിയും അനുഗ്രഹിച്ചു നൽകുന്ന തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ഭക്തരുടെ അഭയസ്ഥാനമാണ് വിഘ്നേശ്വരന്റെ ദിവ്യചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രം. സദാ സന്മാർഗം പിന്തുടരാനുള്ള ജ്ഞാനവും ശക്തിയും പ്രാപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഗണപതി ഭഗവാനെ വണങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ. പഴവങ്ങാടിയിലെ മൂലവിഗ്രഹത്തിന് 17-ാം നൂറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. 6 ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം മഹാനായ ഒരു യോഗി ആരാധിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തിയ ആ യോഗി അവിടെയെല്ലാം ഈ വിഗ്രഹവും പൂജിച്ച് ആരാധിച്ചിരുന്നു. ശ്രീപ്രപഞ്ച ഗണപതി സങ്കല്പത്തിലാണ് യോഗി വിഗ്രഹത്തെ പൂജിച്ചിരുന്നത്. സമാധിക്കും മുമ്പ് വിഗ്രഹത്തെ ദിവ്യനായ ആ യോഗി നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അല്പമകലെ കൂടി ഒഴുകിയിരുന്ന പുത്തനാറിൽ നിക്ഷേപിച്ചു. വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ സേനയിലെ ഒരു പടയാളി നദിയിൽ മുങ്ങിക്കുളിക്കുന്നതിനിടെ വിഗ്രഹം കണ്ടെടുത്തുവെന്നാണ് ഐതിഹ്യം. പടയാളിക്ക് ലഭിച്ചതിലൂടെ ഇന്നും ഈ വിഗ്രഹത്തിന്റെ സൂക്ഷിപ്പവകാശം സൈന്യത്തിന്റെ ചുമതലയിലാണ്. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടയ്ക്കുന്ന ആചാരം ഇപ്പോഴും തുടരുന്നു. ഭക്തന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഭഗവാന് മുന്നിൽ അർപ്പിച്ച് വന്നുചേരുന്ന വിഘ്നങ്ങളെല്ലാം അകറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ നടയിൽ നാളികേരം ഉടയ്ക്കുന്നതാണ് ഏറ്റവും പ്രചാരമുള്ള വഴിപാട്. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. ഒട്ടേറെ സവിശേഷതകളും പൂജാ സങ്കല്പങ്ങളും ഉള്ളതാണ് പഴവങ്ങാടി ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠാ വിഗ്രഹത്തിനും. വിഗ്രഹത്തിന് 4 മുഖങ്ങളുണ്ട്. ഓരോന്നും ഓരോ ദിശയ്ക്ക് അഭിമുഖമായിട്ടുള്ളതാണ്. ഭഗവാന്റെ സമഗ്രവും അപൂർവവുമായ സങ്കല്പമാണ് ശ്രീ പ്രപഞ്ച ഗണപതിയുടേത്. ആയിരം ദളങ്ങളുള്ള ചുവന്ന താമരയിലിരിക്കുന്ന ഭഗവാന്റെ കിഴക്കുഭാഗത്ത് ശ്രീ പാർവതീദേവിയും മഹേശ്വരനും, തെക്കുഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ രതീദേവിയും, പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മീദേവിയും, വടക്കുഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുന്നുവെന്നാണ് വിശ്വാസം. തിരുകഴലെത്തിച്ചീടണേ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. ഓം ഗം ഗണപതയേ നമ. ഓം മംഗളനിധിയേ നമഃ. പഴവങ്ങാടി മഹാഗണപതിയേ അഴലാറ്റിത്തരണേ. വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിൽ മറ്റൊരു 1000 ദളങ്ങളുള്ള താമരയുണ്ട്. അതിൽ നിന്ന് തുടർച്ചയായി വിഗ്രഹത്തിന്റെ ശിരസിൽ അമൃതകണങ്ങൾ വർഷിക്കുന്നു. ഈ വിഗ്രഹത്തിന് ചുറ്റുമായി മഹാത്മാക്കളായ അവധൂതന്മാരും ഋഷികളും ദേവന്മാരും ശ്രീപ്രപഞ്ച ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു എന്ന പ്രതിഷ്ഠാ സങ്കല്പവുമുണ്ട്. ആരാധനാ രീതിയിൽ വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങളാണ്
പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മഹായോഗി ആരാധിച്ച് പൂജിച്ച പ്രപഞ്ച ഗണപതിയുടെ വിഗ്രഹത്തിന്റെ അവകാശം ആദ്യം നായർ ഭടന്മാരിലും തുടർന്ന് നായർ ബറ്റാലിയനിലും നായർ ബ്രിഗേഡിലും സ്ട്രീറ്റ് ഫോഴ്സിലും എത്തിച്ചേർന്നു. ഒടുവിലിപ്പോൾ മദ്രാസ് റെജിമെന്റിന്റെ ആസ്ഥാന ദേവനായി പഴവങ്ങാടി ഗണപതി ഭഗവാൻ മാറി. അതതു മാസങ്ങളിലെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ ആട്ടവിശേഷം, മഹാഗണപതി ഹോമം, അപ്പം, മോദകം, ഉദയാസ്തമന പൂജ, തുലാഭാരം തുടങ്ങി നിരവധി പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട്. നമസ്കാരം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാളികേരം മുടക്കുക എന്നുള്ളതാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവരുടെ വിഘ്നങ്ങൾ നിവാരണം ചെയ്യാനായിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലെത്തുകയും നാളികേരം ഉടക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതേപോലെ തന്നെ അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, അതേപോലെ ഭാഗ്യസൂക്തം തുടങ്ങിയിട്ടുള്ള വേദമന്ത്രാർച്ചനകൾ, ത്രിമധുരം വഴിപാട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വഴിപാടുകളും മഹാഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട്. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു. AD 1760 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഭടന്മാർ അവരുടെ ആരാധ്യ വിഗ്രഹമായ പ്രപഞ്ച ഗണപതിയെയും തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പഴവങ്ങാടിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ പുത്തൻചന്തയിലെ ഇന്നത്തെ പഴയ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് തിരുവിതാംകൂർ ഭടന്മാർ വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു. 1765 കിഴക്കേക്കോട്ടയുടെ വടക്കുകിഴക്കായി കുറച്ച് സ്ഥലം തിരുവിതാംകൂർ നായർ ബറ്റാലിയന് രാജാവ് പതിച്ചു നൽകി. അവിടെ ചെറിയൊരു ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭടന്മാർ പ്രപഞ്ച ഗണപതിയെ ആരാധിച്ചു പോന്നു. ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമായി മാറിയത്. മഹാരാജാവിന്റെ കിഴക്കോട്ടുള്ള എഴുന്നള്ളത്തിന് മഴയുടെ തടസ്സത്തിൽ നിന്ന് മുക്തമാകാൻ 300 നാളികേരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഉടച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1771 മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. രേഖയിൽ മറ്റൊരിടത്ത് ഗണപതിയുടെ വിഗ്രഹം 1760 പത്മനാഭപുരത്തു നിന്ന് അനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ നായർ ബറ്റാലിയനോടൊപ്പം വിഗ്രഹവും കൊണ്ടുവന്നു എന്നും മതിലകം രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ഹരനുടെ തിരുമകനേ, മദഗജമുഖനേ, ഗിരിജാസുതനേ, ഗണപതി ഭഗവാനേ, മറുക നീയൻ അറിവിൻ പതിയായി ഹരനുടെ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും നടത്തിയ നവീകരണത്തിലൂടെയാണ് ഇന്നു കാണുന്ന തരത്തിൽ വാസ്തുഭംഗിയിൽ എത്തിച്ചേർന്നത്. 1865 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ആദ്യം പുനരുദ്ധാരണം നടത്തിയത്. ഓരോ കാലഘട്ടത്തിലും ദൈവഹിതമനുസരിച്ച് ഉപദേവതകൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠാസ്ഥാനം നൽകി ക്ഷേത്രത്തെ ഭക്തർക്ക് അവരുടെ ഹൃദയനിവേദനത്തിലുള്ള ആത്മീയ കേന്ദ്രമാക്കി മാറ്റി. കുബേരഗർവം തീരും വരയാ കുംഭനിറച്ചവനേ,